ഈ യോഗ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്നും അതിന് ശാസ്ത്രീയ അടിസ്ഥാനമൊന്നും ഇല്ലെന്നും അത് മാത്രമല്ല അത് വലിയ അപകടകരമാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ഡോക്ടർ പോസ്റ്റ് ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. എൻ്റെ കുറച്ച് കൂട്ടുകാരും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങിയ അതിനൊരു അന്തമില്ല. പക്ഷെ ഇത് നമ്മുടെ ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ ഒരു ഭാരവാഹിയായിരുന്ന ആള് പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത ഒരു അഭിപ്രായമായതുകൊണ്ട് ഇതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ വരാൻ വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ യോഗയ്ക്ക് ഒരു ശാരീരികമായ ഒരു കമ്പോണന്റും ഉണ്ട്, ഒരു മാനസികമായ ഒരു കമ്പോണന്റും ഉണ്ട്. അപ്പൊ ഈ പോസ്റ്റിലുള്ള ഒരു വിവാദ പരാമർശമെല്ലാം ശാരീരികമായ കമ്പോണന്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കമ്പോണന്റ് മാത്രം ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. യോഗയുടെ ഈ ശാരീരിക വ്യായാമം എന്ന് പറയുന്നത് ഈ സ്ട്രെച്ചിങ്ങിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു വ്യായാമ പരമ്പരയാണ്. ഒരു വ്യായാമമല്ല, വ്യായാമ പരമ്പരയാണ്. ഈ ഡോക്ടർ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള അത് 30 മിനിറ്റ് നമ്മൾ നടന്നാൽ ഉണ്ടാകുന്ന പ്രയോജനമാണ് യഥാർത്ഥ വ്യായാമ പ്രയോജനം. ബാക്കിയെല്ലാം കളിപ്പീരാണെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഈ 30 മിനിറ്റ് നടക്കുന്നത് പ്രയോജനപ്രദമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ഈ കാലിലെ മസിലുകൾ മുറുകുകയും അയയുകയും മുറുകുകയും അയയുകയും, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പമ്പ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കാലിലെ രക്തം പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റും. അപ്പൊ ഹൃദയത്തിന് അതൊരു വലിയൊരു സഹായമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹൃദയ സഹായിയായ ഒരു വ്യായാമമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നടത്തത്തിന് വേറെയും ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. വേറെ പല രീതിയിലും അത് ഹൃദയത്തെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം ആ കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി അല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. അത് ഇവിടെ വെച്ച് നമുക്കങ്ങ് നിർത്താം. ഇനി നടക്കുന്നതിൽ ഉള്ള പ്രയോജനം നേരത്തെ പറഞ്ഞില്ലേ, 30 മിനിറ്റ് നടക്കുന്നത്, അതിലുള്ള പ്രയോജനം കൂടാതെ ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് അഡീഷണൽ ആയിട്ട് എന്ത് പ്രയോജനം? അത് ചോദിച്ചു കഴിഞ്ഞാല് ഈ കാലിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഒട്ടുമുക്കാല് എല്ലാ സന്ധികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യായാമ പരമ്പരയാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേശികൾ എല്ലില് ശക്തിയായിട്ട് വലിച്ചാൽ മാത്രമേ ആ എല്ലിലോട്ട് ശരീരം കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്ത് ആ എല്ലിനെ ശാക്തീകരിക്കൂ. അതുപോലെ തന്നെ മസിലുകൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിലോട്ട് മാംസ്യം ഡെപ്പോസിറ്റായി മസിലും വലുതാവും. നടക്കുന്നത് മൂലം നമ്മുടെ കാലിലെ എല്ലുകളും കാലിലെ മസിലുകളും ഒക്കെ ശാക്തീകരിക്കപ്പെടും, അതിന് സംശയമില്ല. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കും? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കാലിന് ഒരു ഫ്രാക്ചർ വന്നെന്ന് വെച്ചോ. നമുക്ക് ഇപ്പോഴത്തെ പോലെ മോഡേൺ ചികിത്സ, അതായത് നെയിലിങ്ങും അല്ലെങ്കിൽ പ്ലേറ്റിങ്ങും ഒന്നും പറ്റിയില്ല എന്ന് വെച്ചോ. നമ്മുടെ പണ്ട് ചെയ്തിരുന്ന പോലെ പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കിടക്കുക. പക്ഷേ ഇയാൾക്ക് വെറുതെ കിടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആ കാൽ അനക്കാതെ ബാക്കി മറ്റേ കാലും കൈയും ഒക്കെ വെച്ച് ജിമ്മും എക്സർസൈസും ഒക്കെ ചെയ്യാം. അങ്ങനെ കിടന്നുകൊണ്ട് ചെയ്യാമല്ലോ. അപ്പൊ ഈ പ്ലാസ്റ്റർ എടുക്കുമ്പോൾ എന്ത് പറ്റും? ശരിക്കും പറഞ്ഞാല് അത് മെലിഞ്ഞ ഒരു കാലായിട്ട് കാണും. മെലിഞ്ഞ കാൽ. നമ്മൾ നടക്കാൻ ശ്രമിച്ചാൽ മിക്കവാറും വീണു പോകും. കാരണം ആ വെയിറ്റ് പോലും താങ്ങാൻ ആ കാലിന് കഴിയില്ല. നമ്മൾ ശക്തിയായിട്ടൊന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ എല്ല് തന്നെ ഒടിഞ്ഞു പോകും. കാരണം എല്ലിലെ കാൽസ്യം മുഴുവൻ പോയി കഴിഞ്ഞു. കാരണം അവിടെ കാൽസ്യം ആവശ്യമുണ്ടെന്ന് ശരീരത്തിന് തോന്നിയില്ല. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് ആ എല്ലില് പേശികൾ വലിക്കുന്നില്ല, അതുകൊണ്ട് കാൽസ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തി കുറഞ്ഞ എല്ലായി മാറും. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ബാക്കി ഭാഗങ്ങൾക്ക് പ്രയോജനം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളൊരു വ്യായാമം പ്ലാൻ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും പേശികളെയും സന്ധികളെയും ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളതാണ് അതിലെ പോയിന്റ്. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഭയങ്കര മടിയാണ്. കാരണം ഇപ്പോഴത്തെ ട്രാഫിക്കിൽ വളരെ ബോറാണ് ഡ്രൈവിംഗ്. ഞാൻ വേറെ ആരുടെയെങ്കിലും വണ്ടിയിലാണ് പോവുക. അപ്പൊ ഒരിക്കൽ ഒരു മധ്യവയസ്കൻ ഇൻ ഹിസ് 40s ആ വണ്ടിയിൽ പോകുന്നു. ഞങ്ങൾ ഒരു ടൈറ്റ് സ്പോട്ടിലായി പോയി. അപ്പോഴേക്കും വണ്ടി പുറകോട്ട് എടുക്കുന്നു, മുമ്പോട്ട് എടുക്കുന്നു, സൈഡിലോട്ട് എടുക്കുന്നു. അപ്പൊ ഈ റിവേഴ്സ് ചെയ്യാനായിട്ട്
പുള്ളി ഇങ്ങനെ സൈഡ് മിററിൽ നോക്കുന്നു, വിങ് മിററിൽ, അതായത് നമ്മുടെ അകത്തെ മിററിൽ നോക്കുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടെ കൊച്ചു കുട്ടികൾ നിൽക്കുന്നു. അപ്പൊ അതിനെ ശരിക്കും കാണാൻ വയ്യാത്തതുകൊണ്ട് ഈ വിങ് മിററിനെ അകത്തിരുന്ന് തന്നെ താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ബുദ്ധിമുട്ടുന്ന എന്തിനാ, ഗ്ലാസ് താഴ്ത്തിയിട്ട് പുറത്തോട്ട് തലയിട്ട് തിരിഞ്ഞു നോക്കി ചെയ്യൂ. പക്ഷെ പുള്ളിക്ക് അത് പറ്റുന്നില്ല. എന്തുകൊണ്ടാ? പുള്ളി കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ കഴുത്തിന് ഈ പറഞ്ഞ മാതിരി തിരിഞ്ഞു നോക്കുന്ന മൂവ്മെന്റ് ഈ അടുത്ത കാലത്ത് എങ്ങും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കഴുത്തിന്റെ റേഞ്ച് ഓഫ് മൂവ്മെന്റ് കുറഞ്ഞു പോയി. മനസ്സിലായില്ലേ? അപ്പൊ ആ റേഞ്ച് ഓഫ് മൂവ്മെന്റ് കുറഞ്ഞു പോയത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 10-70 വയസ്സായ ഡ്രൈവർ ഉണ്ട്. അദ്ദേഹത്തിന് ഈ മിറർ നോക്കിയുള്ള റിവേഴ്സ് ഒന്നും പിടിയില്ല. അദ്ദേഹം ഇപ്പോഴും തല വെളിയിലിട്ടും സൈഡിലോട്ട് ചരിച്ചുകൊണ്ട് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ മൂവ്മെന്റിന് ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മള് ഈ സന്ധികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് ഓഫ് മൂവ്മെന്റ് പോകും. ഇതേ കാര്യം ബാക്കി എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. ഉദാഹരണമായിട്ട് യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രം ഇരിക്കുന്ന ആളിന് ഇന്ത്യൻ ക്ലോസറ്റിൽ കുത്തിയിരിക്കാൻ പറ്റില്ല. അതേമാതിരി തറയിലിരിക്കാൻ, ഞാൻ എന്റെ കൊച്ചുമോനുമായിട്ട് തറയിലിരുന്നാ കളിക്കുന്നത്, പലർക്കും അത് പറ്റില്ല. അപ്പൊ യോഗ എന്താ ചെയ്യുന്നത്? മിക്കവാറും എല്ലാ സന്ധികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യായാമ മുറകളാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഈ ശക്തി പകരാനും സ്ട്രെച്ച് ചെയ്യാനും വേണ്ടി മാത്രമാണോ യോഗ എന്ന് ചോദിച്ചാൽ അല്ല. വേറെ ഒരുപാട് കമ്പോണന്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് ബാലൻസിങ്. ഈ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ ഒരു ബെസ്റ്റ് പരിപാടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നിന്നിട്ട് സോക്സ് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഷൂ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഈവൻ അണ്ടർവെയർ തന്നെ ഇട്ട് നോക്കുക, നിന്നുകൊണ്ട്, ഇരിക്കാതെ. സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ബാലൻസിന് വേണ്ടിയിട്ടുള്ള പല എക്സർസൈസുകളും യോഗയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് യോഗ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആക്ച്വലി ഈ പറഞ്ഞ ഒരു കാര്യത്തിന് യോഗ വേണ്ട. ഈ 30 മിനിറ്റ് നടക്കുന്നത് അത് ഒരു നമ്മുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഉദാഹരണമായിട്ട് നമ്മൾ ലിഫ്റ്റിലൊന്നും കയറില്ല, സ്റ്റെപ്സ് കയറി പോകും, കടയിലൊക്കെ നടന്നു പോകും, ചെറിയ വെയിലുള്ളിടത്തൂടെ നടന്നു പോയിട്ട് നമുക്ക് വിറ്റമിൻ ഡി കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സോക്സ് ഒക്കെ നിന്നുകൊണ്ടിടും, നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിൽ കുത്തിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്ധികൾക്ക് ആവശ്യമുള്ള സ്ട്രെച്ച് കിട്ടും. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പലതരം എക്സർസൈസുകളുടെ ആവശ്യം വരുന്നത്. നമ്മുടെ ജീവിതചര്യയിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും പിന്നെ എക്സർസൈസ് യോഗയും ഒന്നും ആവശ്യമില്ല. പിന്നെ മസിൽ ശക്തിപ്പെടുത്താനായിട്ട് വെയിറ്റ് ട്രെയിനിങ് വേണ്ടേ, നമ്മുടെ ഡമ്പലൊക്കെ എടുക്കണ്ടേ എന്ന് ചോദിക്കും. ശരിക്കും യോഗയില് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് നമ്മുടെ വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ശരീരത്തിന്റെ അത്ര വെയിറ്റ് ഒരു ഡമ്പലിന് വരില്ല. ശരീരത്തിന്റെ വെയിറ്റ് കിലോ 50 കിലോയ്ക്ക് മുകളിലല്ലേ. അപ്പൊ ആ ഒരു വെയിറ്റ് ഒരു ഡമ്പലിന് തരാൻ പറ്റില്ല. അപ്പൊ ശരീരത്തിനെ തന്നെ വെയിറ്റ് ആക്കി അതിനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന രീതിയിൽ എക്സർസൈസ് ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഈ മസിലുകൾ ഉരുട്ടി കാണിക്കാനാണെങ്കിൽ നടക്കില്ല. അതിന് ജിമ്മിൽ തന്നെ പോകണം. കാരണം നമ്മുടെ യോഗയില് നമ്മുടെ സാധാരണ പ്രവൃത്തികൾക്ക് ആവശ്യമായ മസിലും അതിന്റെ ഫ്ലെക്സിബിലിറ്റി, അതാണ് യോഗയിൽ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ബാക്ക് മസിൽ ശാക്തീകരിക്കാൻ, ഇപ്പൊ നമ്മൾ സാധാരണ കുനിഞ്ഞ് വെയിറ്റ് എടുക്കും, വെള്ളം ബക്കറ്റിൽ നിന്ന് എടുക്കും. പക്ഷെ തിരിഞ്ഞിങ്ങനെ ബാക്കിലോട്ട് പോകുന്ന രീതിയിലുള്ള മൂവ്മെന്റ് ഒന്നും നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ബാക്കിലെ മസിലുകൾക്ക് ശക്തി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡിസ്ക് അസുഖം വരുന്നവരോട് ബാക്ക് എക്സർസൈസ് ചെയ്യാൻ പറയുന്നത്. യോഗ എന്ത് പറയുന്നു? ഈ ഡിസ്ക് ഒക്കെ പൊടിഞ്ഞു പോകുന്നതിന് മുമ്പ് ആദ്യമേ ചെയ്തു തുടങ്ങൂ. എന്തിനാണ് ഈ ഡിസ്ക് പൊടിഞ്ഞു പോകുന്നത് വരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? അതല്ലേ നല്ലത്. പിന്നെ ഈ യോഗയ്ക്ക് ഒരു ദൈവിക പരിവേഷം കൊടുത്തിരിക്കുന്നത് എന്തിന്? മതവുമായിട്ട് എന്ത് ബന്ധം? അങ്ങനെ ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഈ കാര്യങ്ങളൊന്നും ചെയ്യൂല. ഇപ്പൊ ഉദാഹരണം പറയാം, പോയി ഒരു എക്സർസൈസ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ പയ്യൻ ചെയ്യൂല. അതേസമയം നീ പോയി നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ പോയി നിസ്കരിക്കും, കൃത്യമായിട്ട് നിസ്കരിക്കും. അപ്പൊ ഈ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രയോജനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീതി കലർന്ന ഒരു ബഹുമാനം. അപ്പൊ അതുകൊണ്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രയോജനം. ഉദാഹരണമായിട്ട് ഒരാളിനോട് പറയുകയാണ് വെയിലത്ത് വർക്കൗട്ട് ചെയ്യണം, വെയിലത്ത് കുറച്ച് വ്യായാമം ചെയ്യും. ഇപ്പൊ വെയിലുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റമിൻ ഡി കിട്ടും. അപ്പോൾ എല്ലുകൾ കൂടുതൽ ശക്തമാവും, മസിലുകൾ ശക്തമാവും. അവൻ ചെയ്യൂല. അതിനു പകരം പറയൂ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കൂ, സൂര്യ നമസ്കാരം ചെയ്യൂ, അപ്പൊ ചെയ്യും. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ സൂര്യനെ ഭഗവാൻ എന്ന് വിളിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ
മുഴുവൻ എനർജിയും സൂര്യനാണ് തരുന്നത്, വിറ്റമിൻ ഡി സൂര്യനാണ് തരുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും സസ്യങ്ങള് ക്ലോറോഫിൽ വെച്ച് സിന്തസൈസ് ചെയ്യുന്നത് സൂര്യ വെളിച്ചം കൊണ്ടല്ലേ. അപ്പൊ ഈ സൂര്യന്റെ ഒരു വെളിച്ചം എന്ന് പറയുന്ന ഒരു ഭഗവാൻ എന്ന് തന്നെ നമുക്ക് പറയാം, ചന്ദ്രനെ പോലെയല്ല. പിന്നെ യോഗ ചെയ്താൽ ചില അസുഖങ്ങളൊക്കെ ഭേദമാകുമോ എന്നാണ് ചോദ്യം. ശരിക്കും യോഗയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ കമ്പോണന്റുകളുണ്ട്. ഇപ്പൊ ശ്വസനക്രിയ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, അതായത് മാനസിക എക്സർസൈസ്, അതൊക്കെ മാറ്റിവെച്ച് ഫിസിക്കൽ എക്സർസൈസ് മാത്രം കണക്കാക്കിയാൽ പോലും സാധാരണ എക്സർസൈസിനുള്ള പ്രയോജനം ഇതിന് വന്നേ പറ്റൂ. സാധാരണ എക്സർസൈസ് ചെയ്യുമ്പോൾ ഡയബറ്റീസുകാരുടെ മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതേ ആ ഒരു സംഭവം യോഗ ചെയ്താലും വരും. ചില പ്രത്യേക യോഗകൾ ചെയ്താൽ ചില പ്രത്യേക അസുഖങ്ങൾ ഭേദമാവും എന്നൊക്കെ പറയും. അതൊക്കെ മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലായി കാണും എന്തൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് ടെക്നോളജി. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ഭയങ്കര ഡേഞ്ചറസ് ആണ്, ചെയ്യരുത്. ഏത് എക്സർസൈസ് ആയാലും ആവശ്യമായ പരിശീലനവും സംരക്ഷണവും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അപകടം വരും. അത് യോഗയ്ക്ക് മാത്രം പ്രത്യേക ഒരു കാര്യമല്ല. ഇപ്പൊ നമുക്കൊരു ആനുകാലിക ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഹജ്ജിന് പോയവരില് 1000-ലധികം പേര് മരണപ്പെട്ടു. 1000 അല്ല, 1300-ഓളം മരണപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ്? അതിൽ മണ്ടത്തനമാണ്. എന്തുകൊണ്ടാ? ഈ ഹജ്ജിന് പോകുന്നവരെ സേഫ് ആയിട്ട്, അതായത് സൂര്യാഘാതമൊന്നും ഏൽക്കാതെ സേഫ് ആയിട്ട് പോകാനുള്ള കോറിഡോർ സൗദി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം, അതിനൊരു ഫീസ് ഉണ്ട്. ഇത് കൊടുക്കാതെ 3-4 ലക്ഷം ആൾക്കാർ നുഴഞ്ഞു കയറി ഹജ്ജിന്. അപ്പൊ അവർക്ക് സംരക്ഷണ വലയമില്ല. അപ്പൊ സംരക്ഷണം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അപകടം വരും. അപ്പൊ ഈ മരിച്ച 1000-ലധികം പേരിൽ 80% ഇങ്ങനെ നുഴഞ്ഞു കയറിയവരെന്നാണ് സൗദി ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അപകടം വരുന്നതിന് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരാം. അത് യോഗ ചെയ്തതാണോ, സാധാരണ എക്സർസൈസ് ആണോ, ഫുട്ബോൾ കളിയാണോ, അതൊന്നും ഒരു മാറ്റമില്ല. എല്ലാത്തിനും അപകടം വരാം. പിന്നെ എന്താണ് ഡോക്ടർ ഈ ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു സംഘടനയുടെ തലപ്പത്തോട്ട് വരാൻ ശ്രമിക്കുന്നവര് ഈ പറഞ്ഞ മാതിരി കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. അപ്പോ അതൊരു ചർച്ചയായിട്ട് എപ്പോഴും ലൈവായിട്ട് നിൽക്കും. രാഷ്ട്രീയക്കാർക്ക് അത് ചെയ്യാമെങ്കിൽ നമ്മുടെ ഡോക്ടർക്ക് ചെയ്താൽ എന്താ, അദ്ദേഹം ചെയ്യട്ടെന്നേ. പക്ഷെ നമ്മള് ഇതൊക്കെ വായിക്കുന്ന വായനക്കാർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ തലച്ചോറൊന്ന് ഉപയോഗിക്കണം, എന്നിട്ട് ആലോചിക്കണം ഈ പറയുന്നതിന് കോമൺ സെൻസിന് നിരക്കാത്ത, അതായത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണോ, നിരക്കുന്നതാണോ. നിരക്കാത്തതാണെങ്കിൽ നിരാകരിക്കുക. എന്റെ ഈ സ്പീച്ച് ഉൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഹൈജാക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈവൻ നമ്മുടെ പൊളിറ്റീഷ്യൻസിന് പോലും നമ്മളെ ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മെസ്സേജോടെ ഞാൻ നിർത്തുന്നു.